Chess number 02. Chess number 03. Chess number 04. Chess number 05. Chess number 06. Chess number 07. Chess number 08. Chess number 09. Chess number 10. Chess number 11. Chess number 12. വേദിയിലേക്ക് വന്ന എല്ലാ വിദ്യാർത്ഥികളും സ്റ്റേജിന്റെ പിറകിലായിട്ട് നിലനിൽക്കേണ്ടതാണ്. ചെസ് നമ്പർ 13. ചെസ് നമ്പർ 40. ചെസ് നമ്പർ 50. Chess number 60. Chess number 70. Chess number 80. Chess number 90. Chess number 20. Chess number 21. Chess number 22. ഇരുപത്തിരണ്ട് മത്സരാർത്ഥികളും വേദിയിൽ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു കൈയടി നൽകാം. മത്സരാർത്ഥികൾ അല്പം വേദിയുടെ മുമ്പിലേക്ക് കയറി നിൽക്കുക, മുന്നിലേക്ക് അല്പം കയറി നിൽക്കുക. നിങ്ങളെ എല്ലാവരെയും കാണാവുന്ന തരത്തിൽ നിങ്ങൾ വേദിയുടെ മുമ്പിലേക്ക് ഒന്ന് കയറി നിൽക്കുക.
ഓണാശംസകൾ നേരുന്നു. എൻ്റെ പേര് ആൻഡ്രോയ്. ഞാൻ 9ാം തരത്തിൽ നിന്ന് പഠിക്കുന്നു. എൻ്റെ വീട്ടുപേര് പടിഞ്ഞാറൻ മുരിക്കൽ. എൻ്റെ വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ, ചേട്ടൻ ചേർന്ന് ഒരു ചെറിയ കുടുംബമാണ്. എനിക്ക് ഒരു ചിത്രകലാകാരിയാവാനാണ് ഇഷ്ടം. എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഓണാശംസകൾ നേർന്നോട്ട് എല്ലാവർക്കും നന്ദി. Test number 2. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആരോൺ ഷിബി. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട് കൂടല്ലൂരാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Test number 3. നമസ്കാരം, ഞാൻ അഡോണ പോളി. എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഓണാശംസകൾ. ഞാൻ കുമ്മണ്ണൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അച്ഛൻ, അമ്മ, 2 സഹോദരിമാർ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്. സന്തോഷത്തോടും സമാധാനത്തോടും ഞങ്ങൾ ജീവിച്ചു പോരുന്നു. ഞാൻ 9ാം തരത്തിലാണ് പഠിക്കുന്നത്. എനിക്ക് ഒരു ചിത്രകലാകാരി ആവാനാണ് ഇഷ്ടം. എല്ലാവർക്കും ഓണാശംസകൾ. Test number 4. എല്ലാവർക്കും എൻ്റെ സ്നേഹഭരിതമായ നമസ്കാരം. തുമ്പപ്പൂവിൻ്റെ വടിവൊത്ത വെണ്മയും കസവസാരിയുടെ പ്രൗഢിയും സ്നേഹത്തിൻ്റെ നിലാവ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മലയാളി മങ്കയായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനെനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ആദ്യമായി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് എയ്മി തെരേസ് ടിൻഡു. 9ാം തരത്തിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണ് എൻ്റെ കുടുംബത്തിലുള്ളത്. ഞങ്ങളുടെ ഒരു വലിയ കുടുംബമാണ്. ഞാൻ, അച്ഛൻ, അമ്മ, അമ്മച്ചി, 3 സഹോദരങ്ങൾ അടങ്ങിയ ഒരു കുടുംബമാണ് എൻ്റേത്. എനിക്ക് വലുതാവുമ്പോൾ ഒരു സാമൂഹിക പ്രവർത്തകയാവാനാണ് ആഗ്രഹം. അങ്ങനെ വിദേശത്ത് പോയി പഠനം നയിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ പഠനത്തോടൊപ്പം നിലനിർത്തിക്കൊണ്ടു പോകുന്ന എൻ്റെ ഒരു 2 കലകളാണ് പ്രസംഗവും നൃത്തവും. ഞാൻ നന്നായി പ്രസംഗം പറയും, നൃത്തം ചെയ്യും. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ഓണക്കാലം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. 05. ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് ആൻമരിയ ജോജു. ഞാൻ 9ാം തരത്തിൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, ഞാനും ഉൾപ്പെടെയുള്ളൊരു ചെറിയ കുടുംബമാണ്. എനിക്കൊരു ചിത്രകലാകാരി ആവാനാണ് താല്പര്യം. ഞാൻ പഠനത്തോടൊപ്പം അതും പരിശ്രമിക്കാറുണ്ട്. ഭാവിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കടപ്പൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. കടപ്പൂരമ്മ എന്ന പേരിൽ കടപ്പൂർ അത്യാവശ്യം നല്ല പ്രശസ്തയായൊരു നാടാണ്. ഏവർക്കും എൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. 06. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഡാനിയൽ ബിജു. ഞാൻ 9ാം തരത്തിലാണ് പഠിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കല എന്ന് പറയുന്നത് ഫുട്ബോൾ കളിക്കാനാണ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. നന്ദി. 07. എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും. ഞാൻ ദേവികാശ്രീ 9ാം തരത്തിൽ പഠിക്കുന്നു. കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പ്ള എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. കലാകായികകൾ എനിക്ക് ഇഷ്ടമാണ്. കേരളത്തിൻ്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റ് ഭാവങ്ങൾ എനിക്ക് ഗ്രഹിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി. 08. കേരളത്തിൻ്റെ തനിമയും മലയാളത്തിൻ്റെ സൗന്ദര്യവും സംസ്കാരത്തിൻ്റെ സൗന്ദര്യവും ചേർന്നതാണ് ഒരു യഥാർത്ഥ മലയാള മൊഴിയുടെ പ്രത്യേകത. ഈ മനോഹാരിത പ്രതികരിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ലയാ ജയൻ. ഞാൻ 9ാം തരത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് കിടങ്ങൂരാണ്. എൻ്റെ ഒരു കൊച്ചു കുടുംബമാണ്. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും പിന്നെ എൻ്റെ അമ്മൂമ്മയും. അമ്മൂമ്മ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ ചിത്രരചനയാണ്. ഞാൻ വലുതാവുമ്പോൾ എനിക്കൊരു സോഷ്യൽ വർക്കറാകാൻ താല്പര്യമുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. 09.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിയ ജോളി. എൻ്റെ പേര് പോലെ തന്നെ എനിക്ക് എപ്പോഴും സന്തോഷവതിയായിരിക്കാനാണ് ആഗ്രഹം. ഇപ്പോൾ ഞാൻ 9ാം തരത്തിലാണ് പഠിക്കുന്നത്. ഞാൻ കൂടല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാനും അച്ഛനും അമ്മയും 3 സഹോദരങ്ങൾ ഉൾപ്പെട്ടതാണ് എൻ്റെ കുടുംബം. എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കുടുംബം പിന്തുണയായി നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് 2 കലകളുണ്ട്, പാട്ടും നൃത്തവും. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ കലകൾ. ഞാൻ നല്ലപോലെ നൃത്തം ചെയ്യുകയും സംഗീതം പാടുകയും ചെയ്യും. എന്നാലും എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു സൈനികയാകാനാണ്. ഈ ഒരു ആഗ്രഹം വന്നത് എൻ്റെ അപ്പച്ചനിലൂടെയാണ്. എൻ്റെ അപ്പച്ചൻ പട്ടാളത്തിലായിരുന്നു പണ്ട്. അപ്പച്ചൻ്റെ ഓരോ സൈനിക കഥകളും എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഭാവിയിൽ ഒരു സൈനികയാവുന്നത്. ഇങ്ങനെ ഭാവിയിൽ ആകുമോ എന്നെനിക്ക് ഓർന്നുകൂടാ. എന്നാലും ഞാൻ അതിന് വളരെയേറെ പ്രയത്നിക്കും. എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകൾ നേർന്നോടെ ഞാൻ നിർത്തുന്നു. നന്ദി. ടെസ്റ്റ് നമ്പർ 10. നമസ്കാരം, എൻ്റെ പേര് നിജു ജോസൻ. ഞാൻ 9ാം തരത്തിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ കുമ്മണ്ണൂർ തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. ഞങ്ങളൊരു ചെറിയ കുടുംബമാണ്. എല്ലാവർക്കും ഓണാശംസകൾ. ടെസ്റ്റ് നമ്പർ 11. ആദരണീയരായ ഗുരുക്കൂതിരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. സാക്ഷര കേരളത്തിൻ്റെ അക്ഷര നഗരിയായ കോട്ടയത്തിൻ്റെ അനുകരണീയമായ കലകൾ പേർന്ന കിടങ്ങൂരിൽ വയലുകളും വയലോരങ്ങളും കൊണ്ട് കമനീയമാക്കപ്പെട്ട ഒരു കൊച്ചു ഗ്രാമം. അവിടെയാണ് എൻ്റെ സ്വന്തം വീട്, കുമ്മണ്ണൂർ. എൻ്റെ വീട്ടുപേര് 3 പിടിക്കൽ. ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് കരിമ്പുന്തോട്ടമുണ്ട് കേട്ടോ. ഞങ്ങളുടെ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കരയുടെ മികവ് അതൊന്ന് വേറെ തന്നെയാണ്. എൻ്റെ പിതാവ് ജോർജ് കുട്ടിയാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. എൻ്റെ അമ്മ റോജി അതിന് താങ്ങും തണലുമായി നിലകൊള്ളുന്നു. എൻ്റെ ഏക സഹോദരൻ ടോമി ചേട്ടായും അറിവിൻ്റെ ആദ്യ പാഠം പകർന്നു നൽകിയത് ഈ വിദ്യാലയത്തിൽ തന്നെയാണ്. എൻ്റെ പേര് പറയാൻ ഞാൻ മറന്നുപോയി. എൻ്റെ പേര് ഷെറിൻ ജോർജ്. ഓണം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരാഘോഷമല്ലേ? അപ്പോൾ ഒരു കിടക്കാത്ത സദ്യ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. 3 തരം പായസവും പപ്പടവും എല്ലാം കൂടി കൂട്ടി ഒരു നല്ല സദ്യ. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ടെസ്റ്റ് നമ്പർ 12. ഞാൻ 9ാം തരത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ കൂടല്ലൂരാണ്. എല്ലാവർക്കും എൻ്റേത് ഓണാശംസകൾ ചെയ്തു. ടെസ്റ്റ് നമ്പർ 13. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്നേഹേശമിനു. ഞാൻ 9ാം തരത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് കിടങ്ങൂർ സൗത്താണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ ഓണാശംസകൾ. ടെസ്റ്റ് നമ്പർ 14. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീഹരി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീഹരി. 9ാം തരത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് കിടങ്ങൂർ സമീപത്താണ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ടെസ്റ്റ് നമ്പർ 15. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അതിഥി. ഞാൻ 10ാം തരത്തിൽ പഠിക്കുന്നു. കിടങ്ങൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്. കലയിൽ നൃത്തത്തിനോടാണ് എനിക്ക് താല്പര്യം. ഈ വിദ്യാലയത്തിൽ നിങ്ങളോടൊത്തുള്ള എൻ്റെ അവസാന ഓണാഘോഷമാണിത്. അത് ഇത്രയും ഗംഭീരമായി ആഘോഷിക്കാൻ സാധിച്ചതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ്. ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സർവോപരി സമാധാനത്തിൻ്റെയും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടെസ്റ്റ് നമ്പർ 15. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അർപ്പിത. എൻ്റെ വീട് കിടങ്ങൂരാണ്. ഞാൻ 10ാം തരത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ എനിക്ക് 14 വർഷത്തിന് ശേഷം കിട്ടിയ ഒരു കുഞ്ഞ് അനിയനുമാണുള്ളത്. എനിക്ക് വലുതാകുമ്പോൾ ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം. കുട്ടികളുടെ ഡോക്ടർ ആവാനാണ് എനിക്ക് ആഗ്രഹം. കാരണം എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതാകാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഉറപ്പായിട്ട് ശ്രമിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ടെസ്റ്റ് നമ്പർ 17. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗൗതം. ഞാൻ 10ാം തരത്തിൽ പഠിക്കുന്നു. കുമ്മണ്ണൂരാണ് എൻ്റെ വീട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. ടെസ്റ്റ് നമ്പർ 18. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജല ജോർജ്. ഞാൻ 10ാം തരത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് കിടങ്ങൂർ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി എന്നിവരാണ് ഉള്ളത്.
ഭാവിയിൽ എനിക്കൊരു അധ്യാപകയാവാനാണ് താല്പര്യം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. 19. ഞാൻ നമ്മുടെ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമീപത്തുള്ള അടുത്തൊരു പഞ്ചായത്തുണ്ട്. അതാണ് കടപ്ലാമറ്റം പഞ്ചായത്ത്. ആ കടപ്ലാമറ്റം പഞ്ചായത്തിലെ കുറുമന്താനത്തെ കുടുംബത്തിലെ ജോജിയുടെയും സിനിയുടെയും ഏറ്റവും ഇളയ പുത്രിയാണ് ഞാൻ. എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. എൻ്റെ പേരെന്ന് പറയുന്നത് ജിയോണ തെരേസ ജോസി എന്നാണ്. എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, ഞാനുമാണ് അടങ്ങുന്നത്. ഞങ്ങൾ കൊച്ചു കുടുംബമാണ് അംഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഞങ്ങൾ കലകളാൽ വളരെ സമൃദ്ധരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വിശ്വസിക്കുന്നില്ല, അത് സത്യം തന്നെയാണ്. കാര്യം എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും എല്ലാം നാടകകൃത്തുകളായിരുന്നു. അതേപോലെ തന്നെ ചെറുപ്പം മുതലേ നേതൃത്വ പാഠവങ്ങൾ സ്വീകരിച്ചു വന്നവരായിരുന്നു. അതേപോലെ എൻ്റെ അമ്മ ഒരു അധ്യാപികയാണ്. എൻ്റെ ചേച്ചി എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്ത ഒരാളാണ്. ഇന്ന് ഈ മലയാളി മക മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. ഇത് നിങ്ങൾ ഇനി അവധിയാണ് വരുന്നത്. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇനി ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഇന്ന് മാക്സിമം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിട്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമ്പർ 20. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിയോ. ഞാൻ 10ാം തരത്തിലാണ് പഠിക്കുന്നത്. ഞാൻ കിടങ്ങൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ ഞാനും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നമ്പർ 21. നമസ്കാരം. എൻ്റെ പേര് നിവേദിത മഞ്ജിത്ത്. ഞാൻ കട്ടച്ചിറയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു അനുജനും അനിയത്തിയുമാണ് ഉള്ളത്. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരുന്നു. നന്ദി. നമ്പർ 22. ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രേയ പ്രദീപ്. ഞാൻ 10ാം തരത്തിൽ പഠിക്കുന്നു. എൻ്റെ വീട് കൊഴുവനാലാണ്. ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണിത്. ഏവർക്കും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നല്ല ഓണക്കാലം നേർന്നുകൊണ്ട് നന്ദി. രണ്ടാമത്തെ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഉടൻ തന്നെ മൂന്നാമത്തെ റൗണ്ട് ആരംഭിക്കുകയാണ്. മൂന്നാമത്തെ റൗണ്ടിൽ ഒരുപാട് വിഷയങ്ങളടങ്ങിയ ഒരു ബോക്സ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതിൽ നിന്ന് ചെസ് നമ്പർ വിളിക്കുന്നതിനനുസരിച്ച് ആ ബോക്സിൽ നിന്നും ഒരു കുറി എടുക്കുക. ആ കുറി വായിച്ചു നോക്കിയതിന് ശേഷം അതിനകത്തെ വിഷയത്തിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. 1 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ സംസാരിക്കരുത്. ആ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടോ അഭിപ്രായങ്ങളോ 1 മിനിറ്റിൽ സംസാരിക്കുക. മൂന്നാമത്തെ റൗണ്ട് ഉടൻ ആരംഭിക്കുകയാണ്. ചെസ് നമ്പർ 1. സ്ലോട്ട് കിട്ടുന്നയാൾ ആ കുറിപ്പടിയുമായിട്ട് ചെന്ന് ആ വിഷയം മൈക്കിൽ വായിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കാവുള്ളൂ. ഓണസദ്യ ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓണസദ്യ രുചിക്കൂട്ടപൂർവ്വം ഒരു ഒരുമയുടെ പാഠശാലയാണ്. ഈ പ്രസ്ഥാന വായനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഓണസദ്യ രുചിക്കപ്പുറം ഒരുമയുടെ പാഠശാലയാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അതെ, ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഓണസദ്യയോട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എത്ര ജോലിയുള്ളവരാണെങ്കിലും
ഒരുമിച്ചിരുന്ന് ഓണസദ്യ നമ്മുടെ കുടുംബത്തോടു കൂടെ ഇരിക്കുന്നത്, അത് നമ്മൾ ആസ്വദിച്ച് കഴിക്കുമ്പോൾ അത് കുടുംബത്തോടു കൂടെ ആകുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷവും അതോട് കൂടിയുള്ള നമുക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു നമുക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു സ്നേഹം ഒന്നും കൂടി തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് ശരിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഏതോടുകൂടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ടെസ്റ്റ് നമ്പർ 02. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തിനും പരസ്പര ബഹുമാനത്തിനും എന്ത് പ്രാധാന്യമുണ്ട്? കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തിനും പരസ്പര ബഹുമാനത്തിനും എന്ത് പ്രാധാന്യമുണ്ട്? നമ്മളെല്ലാവരും കുടുംബങ്ങളിൽ ഒരുമയോടെ ജീവിക്കുന്നതിലൂടെ നല്ല സന്തോഷവും വലിയവരെ ബഹുമാനിക്കുന്നതുമുള്ള പല പല രീതികൾ നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ ഓണം, ക്രിസ്മസ് എന്ന പോലെ കുറേ പരിപാടികളിലൂടെ നമ്മളെല്ലാവരും ഒത്തുചേരുകയും എല്ലാവരും നല്ല സ്നേഹത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും ജീവിക്കുന്നതാണ്. നന്ദി, നമസ്കാരം. ടെസ്റ്റ് നമ്പർ 03. ഒരു നല്ല പൗരൻ എന്ന നിലയിൽ കേരള ശ്രീമാന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? വിപണിയുടെ സ്വാധീനം ഓണാഘോഷങ്ങളെ എങ്ങനെ മാറ്റിയിരിക്കുന്നു? വിപണിയുടെ സ്വാധീനം ഓണാഘോഷങ്ങളെ എങ്ങനെ മാറ്റിയിരിക്കുന്നു? കട വിപണി, കച്ചവടം. പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തില് പട്ടുപാവാട, ബ്ലൗസ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ കാലത്ത് ധാവണി, ഹൗസ് സാരി അങ്ങനെ പലതരങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുന്നത്. പണ്ടത്തെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയൊക്കെ ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഈ കാലത്ത് വിലകൾ ഭയങ്കരമായി ഉദിച്ചിരിക്കുന്നു. ഓണം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും കാലമാണ്. അതിൽ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ നിലകൊള്ളണം. പണ്ടായിരുന്നെങ്കിൽ ഈ വസ്ത്രങ്ങളുടെ പേരിൽ വീടുകളിൽ അടിയോ അങ്ങനെ നിർബന്ധം പിടിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയുക, വാശിയാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരെ പോലെ ആവണം, എനിക്ക് അവരെ പോലെ തന്നെ വസ്ത്രം ധരിക്കണം, വില കൂടുതൽ ഇട്ടാലേ എനിക്ക് പറ്റത്തുള്ളൂ എന്നുള്ള വാശിയൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതെല്ലാം മാറ്റി പണ്ടത്തെ പോലെ തന്നെ ഒരു വിലക്കുറവിൽ എല്ലാം സാധനങ്ങളും അങ്ങനെ ആയിരുന്നെങ്കിൽ ഓണം കുറച്ചുകൂടി നമുക്ക് സന്തോഷത്തോടെയും പൈസ കുറച്ച് ലാഭിച്ച് ഓണത്തിന് നമുക്ക് കുറച്ചുകൂടി ഏർപ്പെടാൻ പറ്റും. നന്ദി, നമസ്കാരം. ചെസ് നമ്പർ 04.
ക്വസ്റ്റ്യൻ നമ്പർ 8. 8. പരിസ്ഥിതി സൗഹൃദമായ ഓണാഘോഷം ഉറപ്പാക്കാൻ സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? പരിസ്ഥിതി സൗഹൃദമായ ഓണാഘോഷം ഉറപ്പാക്കാൻ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? നാം പരിസ്ഥിതി സൗഹൃദമായി നാം ഇപ്പോൾ ഓണം ആഘോഷിക്കേണ്ടതുണ്ട്. നാം ഓണസദ്യക്ക് വാഴയില വെട്ടുന്നത്, അതുപോലെ ഇതുപോലെ കുരുത്തോലകൾ, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്, പിന്നെ അതുപോലെ ഓണപ്പൂക്കളം നാം ഇടുന്നത്. പഴയ കാലത്തെ ആളുകളൊക്കെ രാവിലെ പൂ പറിക്കാൻ കുട്ടികളെ പറമ്പുകളിലും പൂന്തോട്ടങ്ങളിലൊക്കെ വിടുമായിരുന്നു. അങ്ങനെ പൂക്കളം ഒക്കെ ഇടുന്നത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തെ ആളുകളൊക്കെ റെഡിമെയ്ഡായിട്ട് എല്ലാം കടകളിൽ നിന്നും മേടിക്കുന്ന സാധനങ്ങളാണ്. പൂക്കളമാണെങ്കിൽ പോലും അതൊരു റെഡിമെയ്ഡായിട്ടാണ് അവർ മേടിക്കുന്നത്. എന്നാൽ ഇന്ന് നാം റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന ഐറ്റംസാണ് കൂടുതലും ഉള്ളത്. പക്ഷെ പണ്ടത്തെ കാലത്തെ ആളുകളൊക്കെ പൂക്കളം വളരെ മനോഹരമായി പൂക്കൾ കൊണ്ട് വിടുമായിരുന്നു. ഓലകൾ കൊണ്ട് വീടുകൾ മൊത്തം അലങ്കരിക്കുമായിരുന്നു. അപ്പം നാം അതിന് പണ്ടത്തെ രീതിയിൽ നാം ആവണം. എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. നന്ദി. ടെസ്റ്റ് നമ്പർ 05. ആധുനിക മലയാള ഭംഗിയെ നിങ്ങൾ എങ്ങനെയാണ് നിർവചിക്കുന്നത്? പ്രതിസന്ധികളെ അതിജീവിക്കുന്ന പെൺകരുത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആധുനിക മലയാളി മങ്കയെ നിങ്ങൾ എങ്ങനെയാണ് നിർവചിക്കുന്നത്? പ്രതിസന്ധികളെ അതിജീവിക്കുന്ന പെൺകരുത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പെണ്ണുങ്ങളെ വളരെ തരം കുറച്ചാണ് കാണുന്നത്. പണ്ടത്തെക്കാട്ടിലും മികവുണ്ടെങ്കിലും ഇപ്പോഴും പെണ്ണുങ്ങളെ ഒരു തരം താഴ്ത്തിയാണ് കാണുന്നത്. അതെല്ലാം മാറ്റണം. പെൺകുട്ടികളുടെ കരുത്ത് അതാണ്. നന്ദി. ടെസ്റ്റ് നമ്പർ 06. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ പാരമ്പര്യ ഭക്ഷണ രീതികളും ആരോഗ്യവും തമ്മിലുള്ള നമ്മുടെ പാരമ്പര്യ ഭക്ഷണ രീതികളും ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? പാരമ്പര്യ ഭക്ഷണ രീതികൾ എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് അവർ തന്നെ വിളവെടുത്ത ചേനകളും ചേമ്പുകളും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം വിഷലിപ്തമാണ്. പിന്നെ അവരുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പിള്ളേർ പുറത്തു പോലും ഇറങ്ങാറ് എങ്ങനെ പൈസ എന്താണെന്നാണ് ആലോചിക്കുന്നത്. അവർ മണ്ണിനകത്ത്, പണ്ടത്തെ ആൾക്കാർ മണ്ണിനകത്ത് കഷ്ടപ്പെട്ടുകൊണ്ട്
അവർക്ക് നല്ല ആരോഗ്യവും നല്ല കരുത്തും ഉണ്ടായിരുന്നു. അവരുടെ ജീവിതായുസ്സും കൂടുതലായിരുന്നു. പിന്നെ ഇന്നത്തെ പോലെ വിഷലിപ്തമായ ഭക്ഷണങ്ങളല്ലായിരുന്നു പാരമ്പര്യമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. നന്ദി. ചെസ് നമ്പർ 07. ഐതിഹ്യങ്ങളിലെ മാവേലി നാടും ഇന്നത്തെ കേരളവും തമ്മിൽ എന്തെല്ലാം സാമ്യങ്ങളും വ്യത്യാസങ്ങളും നിങ്ങൾ കാണുന്നു? പഴയ കാലത്തെ ഓണം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒത്തുചേർന്നുള്ളതാണ്. എല്ലാം നല്ല ഭംഗിയോടെ കൂടെയാണ് അവർ നടത്തിക്കൊണ്ടത്. എന്നാൽ ഇന്നത്തെ കാലത്ത് വരുന്നത് എല്ലാം പഴയ ചടങ്ങുകളിലൂടെ അല്ല ഈ കാലങ്ങളിൽ നടന്നു പോകുന്നത്. കൊള്ളങ്ങളിൽ നടന്നു പോകുന്നത് എല്ലാവരും ഒത്തുചേർന്നു തന്നെയല്ല, എല്ലാ കാര്യങ്ങളും നടത്തുന്നത് പഴയ പോലെ ചടങ്ങുകളിൽ കൂടിയല്ല. ചെസ് നമ്പർ 08. ക്വസ്റ്റ്യൻ നമ്പർ 4. മലയാളിയുടെ വേഷഭൂഷയും സാംസ്കാരിക തനിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? മലയാളിയുടെ വേഷഭൂഷയും സാംസ്കാരിക തനിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? മലയാളത്തിൻ്റെ വേഷം എന്ന് പറയുന്നത് സാംസ്കാരിക തനിമയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. നമ്മൾ ധരിക്കുന്ന ഓരോ വേഷവും അതിമനോഹരമായ വേഷങ്ങളാണ്. അത് നമ്മുടെ സംസ്കാരത്തെ കാണിക്കുന്നു. പല പല വേഷങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. ചിലവർ സെറ്റും മുണ്ടും പാവാടയും ബ്ലൗസും ഷർട്ടും മുണ്ടും ഒക്കെയുണ്ട്. ഇത് നമ്മുടെ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്കാരം എത്ര നല്ലതാണെന്നും എത്ര ഭംഗിയുള്ളതാണെന്നും നമ്മുടെ വേഷങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോരുത്തരും ഓരോ മുല്ലപ്പൂവും ഓരോ പൂക്കളും ചൂടി വരുമ്പോൾ എന്ത് ഭംഗിയാണ്, ഇവർ ഏത് നാട്ടിലെയാണ് എന്നുള്ള വേറെ രാജ്യങ്ങളിൽ ആര് കണ്ടാലും അത് ചിന്തിക്കുന്നു. അത്രയും നല്ലതും വേഷഭൂഷവും സാംസ്കാരികവുമാണ് നമ്മുടെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നന്ദി. ചെസ് നമ്പർ 09. ക്വസ്റ്റ്യൻ നമ്പർ 18. മലയാള ഭാഷയോടുള്ള ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മലയാള ഭാഷയോടുള്ള ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മലയാള ഭാഷ എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു ഭാഷയാണ്. അതുപോലെ തന്നെ
ഓരോ വ്യക്തിയും ഇപ്പോൾ തന്നെ കുറേ പേര് വിദേശ മണ്ഡലത്തിലായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു നാട്ടിൽ തന്നെ ഒത്തിരി ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളം എന്ന ഭാഷ ഒത്തിരി കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. കാരണം കുറേ പേര് ജനിക്കുന്നത് തന്നെ വിദേശത്താണ്. അതുപോലെ തന്നെ അവരിപ്പം അവരവരുടേതായ ഭാഷയിൽ അവർ വിദേശങ്ങളിൽ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. Test number 10. തലമുറകളിലൂടെ കൈമാറി വരുന്ന ഓണാചാരങ്ങളിൽ ഇന്നും നിലനിർത്തേണ്ടവ ഏതൊക്കെയാണ്? അത്തപ്പൂക്കൾ ഇരുന്നും സദ്യ കൊടുക്കുന്നതൊക്കെ നമ്മൾ നിലനിർത്തേണ്ട ഓണാചാരങ്ങളാണ്. Test number 11. വായിക്കണം. ദേശഭാഷ അതിരൂപങ്ങൾക്കൊപ്പമുള്ള സ്നേഹത്തിന്റെ ആഘോഷമാണ് ഓണം. ഈ ആശയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? ദേശഭാഷ അതിരുകൾക്കപ്പുറമുള്ള സ്നേഹത്തിൻ്റെ ആഘോഷമാണ് ഓണം. ഈ ആശയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു ആഘോഷമാണ്. ഓണം നമ്മൾ ആഘോഷിൻ്റെ പങ്കുവയ്ക്കലിലൂടെയും ഒരുമയുടെയും ഒരു ആഘോഷമാണ് ഓണം. ഓണം എന്ന് പറഞ്ഞാൽ ഐക്യത്തിൻ്റെ ഒരു ആഘോഷമാണ്, ആചാരമാണ്. Test number 12. പതിനാറ്. പൂവിളികൾക്കൊപ്പം നമ്മുടെ കാർഷിക സംസ്കാരവും ഉയർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഈ തലമുറയിൽ കാർഷിക കൃഷികൾ ഉയർന്നു വരേണ്ടതാണ്. അത് പണ്ട് മുതൽ ഒരു ആചാരം. Test number 13.
5. സാമൂഹിക മാധ്യമങ്ങളിലെ ആഘോഷങ്ങളും യഥാർത്ഥ സന്തോഷവും തമ്മിൽ എന്താണ് വ്യത്യാസം? ടെസ്റ്റ് നമ്പർ 14. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എന്തെല്ലാം പാഠങ്ങളാണ് ഓണം നമ്മെ പഠിപ്പിക്കുന്നത്? ഓണം എന്നത് ഐക്യത്തിൻ്റെ ഒരു ആഘോഷം കൂടിയാണ്. ഓണത്തിൽ എല്ലാ കുടുംബങ്ങളും ഐക്യപൂർവ്വമായിട്ട് ഒത്തൊരുമയും സന്തോഷവും നിറയുന്നൊരു ആഘോഷമായിട്ട് ഓണത്തിനെ കാണുന്നു എല്ലാവരും. നന്ദി, നമസ്കാരം. ടെസ്റ്റ് നമ്പർ 15. ചോദ്യം 6. മാറി വരുന്ന ഓണാഘോഷങ്ങളിൽ യുവതലമുറയുടെ ഉത്തരവാദിത്വം എന്താണ്? ഇന്നത്തെ തലമുറ മാറി വരുന്നതിനനുസരിച്ച് നമ്മുടെ ഓണാഘോഷം ആഘോഷിക്കുന്ന രീതിയും മാറി വരുന്നുണ്ട്. പണ്ടത്തെ ഓണം എന്ന് പറയുന്നത് അതിലെ മെയിൻ ഘടകമാണ് ഓണസദ്യ. അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ വ്യത്യാസം. പണ്ട് കാലത്ത് നമ്മുടെ തന്നെ പറമ്പിലും പാടങ്ങളിലും ഉണ്ടാക്കിയിരുന്ന പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും ഉപയോഗിച്ചാണ് ഓണസദ്യ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഇന്ന് എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. പച്ചക്കറി ഉൾപ്പെടെ ഈ പൂക്കൾ വരെ പുറത്തുനിന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഓണം എന്ന് പറയുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് കസിൻസും സഹോദരങ്ങളും എല്ലാവരും ഒരുമിച്ച് തറവാട്ടിൽ വന്ന് ഓരോരോ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് എല്ലാവരും സന്തോഷത്തോടെ ആണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല. ഇന്നത്തെ കുടുംബങ്ങൾ തന്നെ അണുകുടുംബങ്ങളാണ്. അതിൽ ഒത്തൊരുമയുടെ അളവ് കുറവാണ്. എല്ലാവരും പുറത്തു നിന്ന് വാങ്ങിക്കുക. ഈവൻ ഓണസദ്യ വരെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓണസദ്യയുടെ പ്രാധാന്യം എന്നത് ഇന്ന് വളരെ കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് മനോഹരമായാണ് ഓണം ആഘോഷിച്ചിരിക്കുന്നത്. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. നന്ദി. ടെസ്റ്റ് നമ്പർ 16. അതിവേഗ ജീവിതത്തിൽ ഓണം നൽകുന്ന മാനസിക വിശ്രമത്തിന് എന്ത് പ്രാധാന്യമുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ഓണം നല്ല വിശ്രമം തരുന്നുണ്ട്. കാരണം നമ്മൾ ഓണം വർഷത്തിൽ ഒന്നാണ് ആഘോഷിക്കുന്നത്. എല്ലാ മതവും ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു എന്ന് യാതൊരു മതഭേദവും ഇല്ലാതെ നമ്മൾ മലയാളികളെല്ലാം ഒത്തൊരുമയോടെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. കൂടാതെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പൂവിടുന്നു, നമ്മൾ സദ്യ കഴിക്കുന്നു, ഒരുമിച്ചിരുന്ന് ഒരു മതത്തിനെ കുറിച്ച് ഒന്നും പറയാതെ നമ്മൾ എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും നമ്മുടെ തിരക്കുകളുള്ള ഈ സമൂഹത്തിൽ നമുക്ക് ഏക ആശ്വാസം തരുന്ന ഒരു കാര്യം ഇങ്ങനത്തെ ഉത്സവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ടെസ്റ്റ് നമ്പർ 17. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടൻ കലകളെ പുനർജീവിപ്പിക്കാൻ യുവതലമുറയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മുടെ നാടൻ കലകളൊക്കെ വളരെ ആധുനികപ്പെട്ടിരിക്കുകയാണ്. പണ്ടത്തെ രീതിയിൽ നിന്നും ഒട്ടേറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. യുവതലമുറയെ കൊണ്ട് ഇത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, പണ്ടത്തെ രീതിയും പണ്ടത്തെ ശൈലിയുമെല്ലാം. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. ടെസ്റ്റ് നമ്പർ 18.
23. കുട്ടികൾക്ക് എങ്ങനെ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ഓണക്കാലം എങ്ങനെയായിരിക്കണം? കൂട്ടുകാരോടും കുടുംബത്തോടുമൊപ്പം ഒരുമിച്ച് നമ്മൾ ഓണം ആഘോഷിക്കുന്നതാണ് കുട്ടികൾക്ക് സന്തോഷവും ഉണ്ടാവുന്നത്. ഒരുമയുടെയും ആഘോഷമാണ് ഓണം. അതിനാൽ എല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കുമ്പോഴാണ് കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ടെസ്റ്റ് നമ്പർ 19. ചോദ്യം 12. ഒരു നല്ല പൗരൻ എന്ന നിലയിൽ കേരള ശ്രീമാന്റെ പ്രധാന ചോദ്യം 24. കള്ളവുമില്ല ചതിയുമില്ല എന്ന മാവേലി നാടിന്റെ സങ്കല്പത്തിന് ഇന്നത്തെ സമൂഹത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും കള്ളത്തരമുണ്ട്, അതുപോലെ ചതിയും നടക്കുന്നുണ്ട്. നമ്മളൊന്ന് സമൂഹ മാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ നന്നായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പേര് കള്ള കേസുകളാൽ ഒരുപാട് പേരെ കുടുക്കുന്നു, ചതികളാൽ പെട്ടുപോകുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ ഈ മാവേലിനെ ഓർക്കുമ്പോഴേക്കും നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് അന്ന് കാലത്തുണ്ടായിരുന്ന ആ നാടിനെ പറ്റിയായിരുന്നു. ആ നാടെന്ന് പറയുന്നത് ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു നാടാണ്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ പരിപാടികളും ഉണ്ട്, പക്ഷേ നമ്മുടെ മനസ്സുകൾ നല്ലതല്ല. നമ്മൾ എല്ലാവരുടെയും നല്ല പറയുന്നത് ചിലവരുടെയൊക്കെ മനസ്സിൽ ചതിയും വഞ്ചനയും കളത്തരെല്ലാം ഉണ്ട്. നമ്മൾ പഴയ കാലത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും ഒത്തൊരുമയോടെയാണ് ഓണം. അങ്ങനെ പല എല്ലാ ആഘോഷങ്ങളും ഒത്തൊരുമയോടെയാണ് ആഘോഷിച്ചത്. ഇതിന് പ്രസക്തി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസക്തി ഉണ്ട് എന്നതാണ് എൻ്റെ ഉത്തരം. നന്ദി. ടെസ്റ്റ് നമ്പർ 20. ക്വസ്റ്റ്യൻ 20. തുമ്പപ്പൂവും ഓണവും ഓർമ്മകളിലെ ഗ്രാമീണ കേരളത്തെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു? ഈ ഓണത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് തുമ്പപ്പൂ. അപ്പം പണ്ട് തൊട്ടേ തുമ്പപ്പൂ ഒക്കെ ആയിട്ടാണ് ഓണത്തിൽ പരിപാടിക്കൊക്കെ അലങ്കാരത്തിനായിട്ടും ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ടായി തുമ്പപ്പൂ ഉപയോഗിക്കാറുണ്ട്. നന്ദി, നമസ്കാരം. ടെസ്റ്റ് നമ്പർ 21. ഓണക്കാലത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഓണക്കാലത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നൽകുന്നത് ഒരു ഐക്യത്തിൻ്റെ യൂണിറ്റിയാണ് നൽകുന്നത്. എല്ലാവരും ഒത്തുകൂടി ചേരുമ്പോൾ ഒരു യൂണിറ്റി അവിടെ ഉണ്ടാകുന്നു. നന്ദി. ടെസ്റ്റ് നമ്പർ 22. ചോദ്യം 10. മലയാളിത്തം വേഷത്തിലല്ല ചിന്തയിലാണ്. ഈ ആശയത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? മലയാളിത്തം വേഷത്തിലല്ല ചിന്തയിലാണ്. ഈ ആശയത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? മലയാളികളുടെ വേഷത്തിലല്ല, അവരുടെ മനസ്സിലാണ് അവർ മലയാളികളാണെന്ന് ബോധം വേണ്ടത്. മലയാള ഭാഷ തന്നെ അതിന് ഉദാഹരണമാണ്.
പറയാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നതാണ്. കേരള ശ്രീമാൻ മലയാളി വനിതാ മത്സരം ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് വേദിയിൽ വീരനാട്യ